ഹിന്ദുക്കൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൊണ്ടറിയണം. 7 നൂറ്റാണ്ട് അയോധ്യയിൽ ക്ഷേത്രം വന്നില്ലല്ലോ. നരേന്ദ്രമോദി വന്നപ്പോഴാണ് വന്നത്. അതെന്താ കാരണം? ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. 70കളുടെ കാലഘട്ടത്തിൽ 80കളുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ക്ഷേത്രത്തിൽ പോകാന്ന് പറഞ്ഞാൽ കളിയാക്കായിരുന്നു കമ്മ്യൂണിസ്റ്റ്. അവർക്ക് ക്ഷേത്രവിരുദ്ധതയാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം. സംഘപ്രവർത്തനത്തിന്റെ ഒരൊറ്റ ശക്തി കൊണ്ടാണ് കേരളത്തിൽ ഈ ഹിന്ദു നവോത്ഥാനം ഉണ്ടായിരിക്കുന്നത്. ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വന്നിട്ടില്ല. അവർ അമ്പലത്തിൽ പോകും, തൊഴും, തിരിച്ചു വരും. പക്ഷെ ഈ കേരളം ആര് ഭരിക്കണം, ഈ ക്ഷേത്രം ആര് ഭരിക്കണം എന്നുള്ളത് അവർ ചിന്തിക്കില്ല. അത് ഹിന്ദു സമൂഹത്തിന്റെ ഒരു കുറവാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പൂരം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി. ശബരിമലയിൽ ഉണ്ടായതുപോലെ തന്നെ ഭക്തരെ അല്ലെങ്കിൽ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്നതാണ് ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യം. ശബരിമലയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയതാരാ? BJP ആണ്. ഇനി ശബരിമലയെ മാത്രമായിട്ട് കാണരുത്. കോൺഗ്രസ് ഭരിച്ച കാലത്ത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും മോഷണം പോയിട്ടുണ്ട്. ശർക്കരക്കുടത്തിൽ കൈയിട്ട് വാരുന്നതിനുള്ള മത്സരമാണ് ഇടതും വലതും. അതുകൊണ്ട് ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടാവണം. ഇടതും വലതും മാറി മാറി ഭരിച്ചൊരിടമാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ വികസനം ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. ഒരുപാട് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുക, അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിച്ചോ, അത് നടന്നോ, നടപ്പിലായോ എന്നൊന്നും പറയാറില്ല. പുതിയ വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇവർ മാറി മാറി ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി നമുക്കറിയാം BJP കൃത്യമായി വലിയ രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഇവിടെ വന്നു തുടങ്ങിയ സമയത്താണ് പിന്നെ ഇവർ നിർബന്ധിതരാകുകയാണ് ഇവരെന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പറയുന്നതോ കേന്ദ്രം ചെയ്ത പല പദ്ധതികളെയും കേരളത്തിന്റെ പേരിലാക്കി അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ പെൻഷൻ അടക്കം അല്ലെങ്കിൽ കിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നടത്തിയ തട്ടിപ്പുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ എത്ര കാലം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അധികകാലം പിടിച്ചെടുക്കാൻ പറ്റില്ല. അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഏതാണ്ട് 87 സ്ഥലത്ത് BJP അതിശക്തമായി മുന്നേറിയിട്ടുണ്ട്. 50 സ്ഥലമാണ് കിട്ടിയെങ്കിലും ചെറിയ വോട്ടിന് നഷ്ടപ്പെട്ട 10-15 സീറ്റുകളുണ്ട്. മാത്രമല്ല അവിടെ മേയർ വളരെ കർക്കശമായി കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു കള്ളത്തരവും ഇല്ലാതെ, ഒരു തട്ടിപ്പും ഇല്ലാതെ. അപ്പോൾ അവിടെ ഇപ്പം ഈ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പൊങ്കാല ഉത്സവം കഴിയട്ടെ, അപ്പോൾ കാണാം ഈ മേയറെ എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ നന്നായിട്ട് പ്രാവശ്യം ചെയ്തു. ജനങ്ങളെല്ലാം കൈയടിച്ചു. കുടിവെള്ളം കൊടുക്കാൻ പറ്റാതെ, കുടിവെള്ളം കൊടുക്കാതെ മുട്ടിക്കാൻ ശ്രമിച്ചു. അതിനെ ഓവർകം ചെയ്തു. അപ്പോൾ എന്തൊക്കെ പുതിയ പുതിയ വെഞ്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റും അതൊക്കെ അന്വേഷിക്കുകയാണ്. അതേസമയത്ത് ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്താ, ഇപ്പോൾ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ എന്താ, ഇനി 21 ദിവസമേ ഉള്ളൂ, 21 ദിവസമേ ഉള്ളൂ. പദ്ധതിയുടെ 41% നടപ്പാക്കിയിട്ടുള്ളൂ. 100% പ്രഖ്യാപിച്ച പദ്ധതി അടങ്കലിൻ്റെ 41% മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. അതേസമയത്ത് ഈ അടിത്തട്ടിൽ ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും ഒക്കെ 21% നടപ്പാക്കിയിട്ടുള്ളൂ. പിന്നെ ആകെ 20 ദിവസമേ ഉള്ളൂ. അതിന് പറയുന്നത് എന്താ, കേന്ദ്രം തരില്ല. കേന്ദ്രം നിയമപരമായി ഒരു പൈസ പോലും കൊടുക്കാതില്ല. ഇവർ പോയല്ലോ ഹൈക്കോടതിയിൽ, ഇവർ പോയല്ലോ സുപ്രീം കോടതിയിൽ, അത് വലിച്ച് കൊട്ടയിലിട്ടില്ലേ. അപ്പോൾ ഇവർക്ക് അവിടെ ഒന്നും പിടിച്ചു വെക്കാനാവുന്നില്ല. അപ്പോൾ ഇവരിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹൈവേ സുധാകരൻ പറഞ്ഞാൽ ശരി, പൊതുമരാമത്ത് മന്ത്രിക്ക് അവിടെ എന്താ പണി? ഹൈവേ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ഇവന്മാർക്കൊരു പണിയില്ല. പക്ഷേ ഇവർ വെറുതെ, എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് കൊറോണ സമയത്ത് ഈ അന്യദേശ തൊഴിലാളികൾ മുഴുവൻ കൊണ്ടുപോയി. അപ്പോൾ ട്രെയിൻ വന്നു. അപ്പോൾ ഒരു വലിയ സഖാത്തി പറയാണ്, ഈ ട്രെയിൻ പിണറായി വിജയൻ വിട്ടതാണെന്ന്. പിന്നെ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു, ഇത് പിണറായി വിജയൻ വിട്ടതാണ് നിങ്ങളെ രക്ഷിക്കാൻ. പിണറായി വിജയന് ട്രെയിൻ വിടാൻ പറ്റുമോ? അതേപോലെയാണ് വെറുതെ അവകാശവാദങ്ങൾ. എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്. എന്നാൽ അതേ സമയത്ത് ഇവർ പല വാഗ്ദാനങ്ങളും പ്രഖ്യാപിക്കും. ഇപ്പോൾ പുതിയൊരു വാഗ്ദാനം എന്താ, കോൺഗ്രസ് പറഞ്ഞത് എല്ലാ സ്ത്രീകൾക്കും KSRTC സൗജന്യം. KSRTC കട്ടപ്പുറത്താണ്. സ്ത്രീകൾക്ക് സൗജന്യം പോയിട്ട് KSRTCയിൽ ഡബിൾ 2 ഇരട്ടി പൈസ മേടിച്ചാൽ പോലും KSRTC നിൽക്കാൻ പറ്റില്ല. ആ സ്ഥലത്താണ് KSRTC സൗജന്യ യാത്ര പറയണത്. ഇത് കർണാടകയിൽ പറഞ്ഞിട്ട് പൊളിഞ്ഞുപോയി, തെലുങ്കാനയിൽ പറഞ്ഞിട്ട് പൊളിഞ്ഞുപോയി. ആളുകളെ പറ്റിക്കുക. ഇപ്പം ഞാൻ ഇന്നത്തെ പത്രത്തിൽ കണ്ടു,
മാർക്സിസ്റ്റ് പാർട്ടിയും അത് പ്രഖ്യാപിക്കാൻ പോവാം. ഞാൻ നിഷേധിക്കില്ല, എനിക്കിഷ്ടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ BJP, ഞാനും തന്നെയാണ് എന്താ പറയുക, BJPയുടെ പ്രകടന പത്രികയിൽ ഞാൻ തന്നെ പറഞ്ഞു, ഇവിടുത്തെ തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അവർക്ക് അവകാശപ്പെട്ടതാണ് സൗജന്യയാത്ര. അവർക്കാണ് സൗജന്യയാത്ര കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുകയുണ്ടായി. അല്ല, ആർക്കും വേണേൽ സൗജന്യയാത്ര കൊടുത്തോളൂ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൽ നല്ലതാണ്. സ്ത്രീകൾക്ക് സൗജന്യയാത്ര കൊടുക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം, ഇതൊക്കെ പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ? നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുക, വാഗ്ദാനങ്ങൾ കൊടുക്കുക, എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടില്ല പിന്നെ പറയാം, അപ്പോഴത്തേക്കും ജനം മറക്കും. അതായത് ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്താ? മറവിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ KB ഗണേഷ് കുമാറൊക്കെ ഇപ്പോഴും അതെ നിൽക്കുന്നത്. ഓർമ്മയുടെ നൈരന്തര്യം പലപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് മനുഷ്യന് മറവിയുള്ളതുകൊണ്ട് ഗണേഷ് കുമാറൊക്കെ മന്ത്രിയായിട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ മറവി എന്നും ഒരേപോലെയാണ് ആകും എന്നും വിചാരിക്കരുത്. മനുഷ്യനല്ലാത്ത AI ഒക്കെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർക്കൊന്നും മറവി ഉണ്ടാവില്ല. ജനങ്ങൾക്കിതെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് വാക്കുകൾ വാഗ്ദാനങ്ങളാക്കി പ്രലോഭിപ്പിച്ച് ജനങ്ങളുടെ വോട്ട് നേടി അവരെ വഞ്ചിക്കുക, ഇതാണ് ഇടതും വലുതും ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഒന്നുമില്ല. പക്ഷെ നരേന്ദ്രമോദി അതല്ല, പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. അയോധ്യ രാമക്ഷേത്രം ഉയരും BJP അധികാരത്തിൽ വന്നാൽ. 7 നൂറ്റാണ്ട് യുദ്ധം ചെയ്തിട്ടും പറ്റാത്തത് കൊണ്ടുവന്നു. അത് വാക്കാണ്. സാധാരണ ജനങ്ങൾക്ക് ജാതി, മത, ഭാഷ, വേഷ, വർണ്ണ, വർഗത്തിനപ്പുറം സാധാരണ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന വീട് വേണം, നടപ്പാക്കി. ആവാസ് യോജന. ജലം വേണം, കുടിവെള്ളം വേണം, നടപ്പാക്കി ജൽ ജീവൻ പദ്ധതിയിലൂടെ. ബാങ്ക് ബാലൻസ് വേണം. കോൺഗ്രസ് ഭരിച്ച 50 വരെ 60 കൊല്ലം ഒരു അക്കൗണ്ടില്ല സ്ത്രീകൾക്ക്. അപ്പോൾ ഈ അക്കൗണ്ട് കൊടുത്തു, അതിനകത്തേക്ക് പൈസ കൊണ്ടുവന്നു. പക്ഷേ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യജീവിതം, ഇവിടെ ബോംബും പൊട്ടുന്നില്ല, ഒന്നും പൊട്ടുന്നില്ല. അപ്പം സ്വൈര്യജീവിതം, സുരക്ഷ, അവരുടെ ദൈനംദിന ജീവിതം, ഇതെല്ലാം നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞ വാക്ക് മുഴുവൻ പാലിച്ചു. ഇവർ നരേന്ദ്രമോദിയെ കുറ്റം പറയാൻ, പിണറായി വിജയനും VD സതീശനും എന്താ പണി? നരേന്ദ്രമോദിയെ തെറി പറയാൻ. അതല്ല അവർക്ക് എന്താ പണി? മോദിജിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത കണ്ടിട്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത് കൊണ്ടും ആയിരിക്കാം. കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്ന ജനസാഗരം കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം മേ ബി റിയാസിന്റെ വിവാദമൊക്കെ ഇത്രത്തോളം ആളി കത്തിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ആ ഒരു ശോഭയെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളായി നമുക്ക് അതിനെ കണ്ടുകൂടെ? സൂര്യനെ ആർക്കും മറയ്ക്കാൻ പറ്റില്ല. സൂര്യശോഭയെ തടയാൻ തീനാളത്തിന് കഴിയില്ല. അപ്പം അതുകൊണ്ട് സൂര്യൻ തിളങ്ങിക്കൊണ്ടേയിരിക്കും. കാർമേഘങ്ങൾ വിഷപ്പുക വമിക്കും, അല്ലെങ്കിൽ കാർമേഘങ്ങൾ സൂര്യനെ തടയാൻ ശ്രമിക്കും. അതൊന്നും ഒരു കാരണവശാലും സാധ്യമല്ല. അപ്പം ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയ അസൂയയാണ് നരേന്ദ്രമോദിയോട്, BJPയോട്. ഇന്ന് ഇടതുപക്ഷവും വലതുപക്ഷം ചെയ്യുന്നത് രാഷ്ട്രീയ അസൂയയാണ്. അതുകൊണ്ട് അവർ ആ അസൂയയിൽ നിന്നൊരു അസ്പർശത ഉണ്ടാക്കി സമൂഹത്തിൽ രാഷ്ട്രീയ അസൂയയുടെ അസ്പർശത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇടതും വലതും BJPക്ക് നേരെ. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലല്ല, അതൊന്നും സാധ്യമല്ല. ഇപ്പം നമ്മൾ തൃശ്ശൂരിനെ എടുത്തു നോക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പൂരം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ വികാരങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായതുപോലെ തന്നെ ഭക്തരെ അല്ലെങ്കിൽ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്നതാണ് ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കും? ശബരിമല തീർച്ചയായിട്ടും പ്രതിഫലിക്കും. കാരണം ശബരിമലയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയതാരാ? BJP ആണ്. ശബരിമലയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയത് സാധാരണ പ്രവർത്തകരാണ്, ശബരിമല വിശ്വാസികളാണ്. ഇനി ശബരിമലയെ മാത്രമായിട്ട് കാണരുത്. കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഭരിച്ച കാലത്താണ് ഗുരുവായൂരിൽ കാണാത്തത്. കോൺഗ്രസ് ഭരിച്ച കാലത്ത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ
ഈ ശർക്കരക്കുടത്തിൽ കൈയിട്ട് വാരുന്നതിനുള്ള മത്സരമാണ് ഇടതും വലതും. അതുകൊണ്ട് ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടാവണം. ഞാൻ ഇവിടുത്തെ ഹിന്ദുക്കളോട്, ശബരിമല രാഷ്ട്രീയം പറയുമ്പം ഹിന്ദുക്കളോടൊന്നും പറയാതിരിക്കാൻ വയ്യ. ഹിന്ദുക്കൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൊണ്ടറിയണം. 7 നൂറ്റാണ്ട് അയോധ്യയിൽ ക്ഷേത്രം വന്നില്ലല്ലോ. നരേന്ദ്രമോദി വന്നപ്പോഴാണ് വന്നത്. അതെന്താ കാരണം? ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. പലപ്പോഴും അമ്പലത്തിൽ പോവും. 70കളുടെ കാലഘട്ടത്തിൽ 80കളുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ കളിയാക്കുമായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ. അവർക്ക് ക്ഷേത്രവിരുദ്ധതയാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം. അന്തിക്ക് തിരി കൊളുത്താൻ കഴിയാത്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെ ഇന്നത്തെ നിലയ്ക്ക് മഹാദേവ ക്ഷേത്രങ്ങളെ പോലെ ആയിരക്കണക്കിന് ആളുകൾ വന്നു കയറുന്ന ദൈനംദിന ക്ഷേത്രങ്ങളാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്, RSS ആണ്. സംഘപ്രവർത്തനത്തിൻ്റെ ഒരൊറ്റ ശക്തി കൊണ്ടാണ് കേരളത്തിൽ ഈ ഹിന്ദു നവോത്ഥാനം ഉണ്ടായിരിക്കുന്നത്. സംഘത്തിൻ്റെ 100ാം ജന്മശതാബ്ദിയാണ്. അപ്പോൾ ആ സംഘത്തിൻ്റെ ശക്തിയിലൂടെയാണ് ഹിന്ദു സമൂഹം പ്രതികരിച്ചു തുടങ്ങിയത്. ആ പ്രതികരണം ശക്തമായിരുന്നു. തളി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ശക്തമായി, പിന്നീട് നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ ശക്തമായി, തുടർന്ന് അങ്ങോട്ട് എല്ലാ സമയത്തും ഒരു ഹിന്ദു പ്രതീകാത്മക പ്രതിരോധ ശക്തിയായി ഹിന്ദു സമൂഹം വളർന്നു. ശബരിമലയുടെ വിഷയത്തിലും ആ വളർച്ചയുണ്ടായി. പക്ഷേ രാഷ്ട്രീയമായിട്ട് അത് വരുന്നില്ല. ഇതൊരു സത്യമാണ്. ഞാനങ്ങ് തുറന്നു പറയുകയാണ്. BJP ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ്. പക്ഷെ മുഴുവൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ, ആ സമൂഹം മുഴുവനായിട്ടും BJP ഉൾക്കൊണ്ടിട്ടില്ല. ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വന്നിട്ടില്ല. അവർ അമ്പലത്തിൽ പോവും, തൊഴും, അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യം പറയും, തിരിച്ചു വരും. പക്ഷേ ഈ കേരളം ആര് ഭരിക്കണം, ഈ ക്ഷേത്രം ആര് ഭരിക്കണം എന്നുള്ളത് അവർ ചിന്തിക്കില്ല. അത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു കുറവാണ്. മാറുന്നുണ്ട്, പക്ഷെ കുറവുണ്ട്. ഞാൻ പുത്തഴത്ത് രാമമേനോൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചത്, എല്ലാ ദിവസവും ശബരിമല ഇവിടെ വടക്കുന്നാഥനിലേക്ക് 3 പേര് പോകും. അവർ നമശിവായ 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 എന്ന് 3 മണി തൊട്ട് ചൊല്ലി, 2 മണി തൊട്ട് ചൊല്ലി, 3 മണിയാകുമ്പം വടക്കുന്നാഥൻ്റെ ക്ഷേത്രം തുറക്കുമ്പം പോയി തൊഴുകയാണ്. എന്നും ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ പുത്തഴത്ത് രാമമേനോൻ ഒരു ദിവസം, ആ സമയത്ത് ഈ മറ്റേ വടക്ക് നിന്ന് ഒരക്രമം ഉണ്ടായിട്ടുണ്ട്, പടയോട്ട കാലഘട്ടത്തിലും അല്ലാതെയും. അപ്പം വടക്കുന്നാഥൻ്റെ വടക്കേ ഗോപുരം തകർന്നു, ഒരക്രമം ഉണ്ടായിട്ട്. അപ്പം ഈ പുത്തഴത്ത് രാമമേനോൻ പറയാണ്, നിങ്ങൾ എവിടേക്കാണ് പോണേ എന്ന് ചോദിക്കുക. അപ്പം നമശിവായ 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 ചൊല്ലിക്കൊണ്ടാണ് പോണേ. എവിടേക്കാണാവോ? ദേ വടക്കുന്നാഥനിൽ പോകണു എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ വടക്കുന്നാഥനൊക്കെ പൊളിച്ചു, ഇന്നലെ രാത്രിയിൽ മലപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട്, അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഉടനെ ഇവർ പറഞ്ഞു, ശംഭോ മഹാദേവ, വടക്കുന്നാഥൻ പൊളിഞ്ഞോ? നമശിവായ നമശിവായ ശംഭോ മഹാദേവ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. സാരമില്ല, പാറമേഘം ഉണ്ടല്ലോ, തിരുവമ്പാടി ഉണ്ടല്ലോ, സാരമില്ല, അത് പൊളിഞ്ഞാൽ കുഴപ്പമില്ലെന്ന്, തിരുവമ്പാടി പാറമേഘം ഉണ്ടല്ലോ എന്ന്. ഇതാണ് ഹിന്ദു മൈൻഡ് സെറ്റ്. അതിൽ മാറ്റം വരണം. ഇതൊരു ക്രിസ്ത്യാനിയും ഇതൊരു മുസ്ലിമും ആണെങ്കിൽ അവർക്ക് ആ ക്ഷേത്രം പൊളിഞ്ഞാൽ അവർ സഹിക്കില്ല, അവർ റിയാക്ട് ചെയ്യും. ഇവിടെ പറഞ്ഞത് സാരില്ല, അപ്പുറത്തുണ്ടല്ലോ, മനസ്സിലാവും. ഈ മൈൻഡ് സെറ്റ് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി തൊഴും, ഭഗവാനോട് മകൻ്റെ കാര്യം പറയും, അമ്മയുടെ കാര്യം, ഭർത്തൻ്റെ കാര്യം പറയും, ഭർത്താവിൻ്റെ കാര്യം പറയും. പക്ഷെ ആ ക്ഷേത്രം ക്ഷേത്രമായി നിലനിൽക്കാൻ ഈ സമൂഹത്തിലൊരു ഹിന്ദു ശക്തി ഉണ്ടാവണം, ഹിന്ദു പൊളിറ്റിക്കൽ ശക്തി ഉണ്ടാവണം. ഹിന്ദു ശക്തിയുണ്ട്, ഹിന്ദു പൊളിറ്റിക്കൽ ശക്തി ഉണ്ടാവണം എന്ന് പലപ്പോഴും കേരളത്തിലെ ഹിന്ദുക്കൾ വിചാരിക്കുന്നില്ല. വിചാരിച്ചിരുന്നുവെങ്കിൽ ശബരിമലയിൽ കൊള്ള നടക്കുമായിരുന്നില്ല. വിചാരിച്ചിരുന്നുവെങ്കിൽ ഗുരുവായൂരും കൊള്ള നടക്കില്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും കൊള്ള നടക്കില്ല. എന്ന് മാത്രമല്ല, അരിയും അവലും മലരും സൂക്ഷിച്ചോ, കുന്തിരിക്ക സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ മുദ്രാവാക്യം, അവലും മലരും സൂക്ഷിച്ചോ, നിൻ്റെ കാലന്മാർ വരുന്നുണ്ട് എന്ന് വിളിക്കൂല ഹിന്ദു പൊളിറ്റിക്കൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ. വിളിച്ചവൻ കാരാഗ്രഹത്തിലാണ്, ഇന്ന് വിളിച്ചവൻ റോട്ടിൽ സൗകര്യമായിട്ട് നടക്കുക. കാരണം എന്താ? അവൻ ചാൻസ് കിട്ടിയാൽ നീ വിളിക്കും. കാരണം ഹിന്ദു പൊളിറ്റിക്കൽ ഫോഴ്സ് അല്ല.
അപ്പോൾ ഹിന്ദു ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആവണം, ആയേ പറ്റൂ. ഇപ്പൊ നമ്മൾ കണ്ടു കുറച്ച് ദിവസം മുന്നേ ഇപ്പൊ ഒരു യൂ ടേൺ എടുത്തിട്ടുണ്ട് ഈ സർക്കാർ. ഭക്തർക്കൊപ്പമാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഭക്തർക്കൊപ്പമാണ്, പക്ഷെ വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കുന്ന നയങ്ങളുമായിട്ടാണ് മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടിയല്ലേ. ഈ തട്ടിപ്പാന്നേ, ഈ തട്ടിപ്പ് എന്തേ മനസ്സിലാവാത്തേ? അതായത് കഴിഞ്ഞ സർക്കാർ, ആദ്യത്തെ സർക്കാർ ഭരിക്കുമ്പം ഒരപ്പടേറ്റ് കൊടുത്തു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അച്യുതാനന്ദൻ്റെ കാലത്ത് അത് മാറ്റി വേറെണ്ണം കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ പിണറായി വിജയൻ വന്നപ്പം വീണ്ടും ഒന്ന് മാറ്റി കൊടുത്തു. ഇപ്പോൾ വീണ്ടും പിണറായി വിജയൻ ഈ ശബരിമല ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും മാറ്റി കൊടുക്കണം. ഇത് മാത്രം മതിയല്ലോ ഇവന്മാരുടെ കള്ളത്തരം. ഇവർ പറയും മതിൽ കെട്ടിയതൊക്കെ ഇപ്പോൾ എവിടെ? മതിലൊന്നും ഇല്ല ഇപ്പോൾ. നവോത്ഥാനം പെണ്ണുങ്ങളെ രാത്രിയുടെ യാമത്തിൽ ഇരുട്ടിൻ്റെ സന്തതികളായി 2 പേരെ കൊണ്ടുവന്ന് കയറ്റിയല്ലോ. ഈ കയറ്റിയത് പിണറായി വിജയൻ്റെ വാശിയായിരുന്നല്ലോ. ഇപ്പോൾ ഭഗവാൻ അയ്യപ്പനെ ഇല്ലാതാക്കണം എന്നുള്ളത് പിണറായി വിജയൻ്റെ വാശിയാണ്. അതിന് കുട പിടിക്കുന്നവരും കൂട്ടുനിൽക്കുന്നവരാണ് കോൺഗ്രസ്. ഒന്നും ചെയ്യില്ല. ശബരിമലയിലെ പാവപ്പെട്ട ഹിന്ദുക്കൾ, അയ്യപ്പ വിശ്വാസികൾ ശബരിമലയിൽ കഷ്ടപ്പെട്ടപ്പോൾ അവർക്കെതിരായിട്ടുള്ള നടപടിയെടുത്ത് പോലീസ് കേസെടുത്ത് ഒരൊറ്റ പോലീസ് കേസ് പിൻവലിക്കണമെന്ന് ഒരു കോൺഗ്രസ്സുകാരനും നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. അവർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല ശബരിമലയിലെ കേസ് പിൻവലിക്കാൻ പറഞ്ഞിട്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഒരു സ്ഥിരം ശൈലിയായി തന്നെ ഒരു യൂ ടേണിനെ നമുക്ക് കാണാം എന്നുള്ളതാണ്. അല്ല, ഇവരുടെ യൂ ടേൺ എന്ന് പറയുന്നത് ഹിന്ദുവിനെ സ്പ്ലിറ്റ് ചെയ്യാനും കൂടിയാണ്. ഹിന്ദുക്കൾ 2 ആവണം, 4 ആവണം, 10 ആവണം, ഹിന്ദു ഫോഴ്സ് ആവരുത്. പണ്ട് ബ്രിട്ടീഷുകാരങ്ങനെ ആയിരുന്നല്ലോ. ബ്രിട്ടീഷുകാരുടെ പണ്ടത്തെ സമീപനത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഇപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാവരും നിരന്നു, ഒരുമിച്ച് നിന്നു. അപ്പോഴാണ് ഈ മൃഗക്കൊഴുപ്പിക്കൂടെയുള്ള ഉണ്ടയാണെന്നൊക്കെ പറഞ്ഞ അവന്മാർ കൊണ്ടുവന്നത്. യുദ്ധത്തിന് നിശ്ചയിച്ച ദിവസത്തിൻ്റെ തലേ ദിവസം യുദ്ധം തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി മംഗൾ പാണ്ഡെ വെടിവെച്ചതുകൊണ്ടാണ് അത് പൊളിഞ്ഞു പോയത്. അല്ലെ 1857 സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ കാട് കയറിയനെ. അപ്പോൾ ഈ അതിന് ശേഷം ബ്രിട്ടീഷുകാരെടുത്ത സമീപനമാണല്ലോ. അങ്ങനെയാണല്ലോ 1867 ആര്യ ദ്രാവിഡ സംഘർഷം ഉണ്ടാവണേ. സംഘർഷമല്ല, ആര്യ ദ്രാവിഡ സംഘർഷത്തിൻ്റെ പേരിൽ ഹിസ്റ്ററി ഉണ്ടാവുന്നത്. വിഭജിക്കുക, ഈ തിയറി തന്നെയാണ് ഇവരും ഇടതും വലതും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യും, ഹിന്ദുക്കളെ വിഭജിക്കും, ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും കൊടുക്കില്ല, ഹിന്ദുക്കളുടെ പേര് പറയും. അങ്ങനെ ഹിന്ദു സമൂഹത്തെ എങ്ങനെയൊക്കെ പറ്റിക്കാവോ അതൊക്കെ ചെയ്യും. ഒരു കാര്യം കൂടി ചോദിക്കാം, കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊടുങ്ങല്ലൂരിലെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? കൊടുങ്ങല്ലൂരമ്മയുടെ മടിത്തട്ട് BJPക്ക് പാകമാണ്. ആ മടിത്തട്ടിൽ BJPയുടെ താമരയാണ് വിരിയേണ്ടത്. അത് വിരിയും തീർച്ചയായിട്ടും. എന്തായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റട്ടെ. സന്തോഷം കണ്ടത്. നമസ്കാരം.